പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വേണിയുടെ തലച്ചോറ് ചികഞ്ഞു തുടങ്ങിയിരുന്നു. അവൾ വീണ്ടും ചെവി ഡോറിലേക്ക് ചേർത്ത് പിടിച്ചു. അടക്കി പിടിച്ച മൂളലുകൾ അവളുടെ ചെവിയിൽ കേട്ടുകൊണ്ടിരുന്നു. അടുത്ത നിമിഷം കൈ ഉയർത്തി ഡോറിൽ തട്ടാൻ നിന്നെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അവൾ. ഇരുട്ടിൽ പരിചയമുള്ള വഴിയിലൂടെ താഴേക്ക് സ്റ്റെയർ ഇറങ്ങി ചെന്നു. അമ്മയുടെ മുറിയിലേക്ക് കടന്നവൾ ഉറങ്ങിയായിരുന്നു അവരെ തുറിച്ചു നോക്കി. കിതക്കുന്ന പോലെ ശ്വാസം എടുത്തുകൊണ്ടിരുന്ന അവൾ എപ്പോഴോ ഒലിച്ചു തുടങ്ങിയ കണ്ണീർ അമർത്തി തുടച്ചു. സഹിക്കാൻ കഴിയാത്തൊരു വേദനയാകെ നെഞ്ചിൽ പരക്കുന്ന പോലെ. ഡിഗ്രി കഴിഞ്ഞ ഉടനെ വിവാഹം മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല വേണിക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നവൾക്ക് ഇനിയും പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങണം എന്നൊക്കെ തന്നെയായിരുന്നു. പക്ഷേ തുടർച്ചയായി പെണ്ണാടാൻ വരുന്നവരുടെ മുമ്പിൽ ഒരുങ്ങി നിൽക്കാനുള്ള മടിയും വീട്ടിൽ നിന്നുള്ള നിർബന്ധവുമായപ്പോൾ ജാതക പൊരുത്തവും മറ്റും നോക്കി വീട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം ഇഷ്ടപ്പെട്ട ഒരു ബന്ധത്തിന് സമ്മതം മൂളുകയായിരുന്നു. എങ്കിലും ഹരീഷിനെ പിന്നീട് അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അയാളുടെയും അമ്മയുടെയും സ്നേഹവും ഇടപഴകലുമെല്ലാം അവളെ തൃപ്തിപ്പെടുത്തുന്ന തന്നെയായിരുന്നു. വിവാഹത്തിനു മുമ്പ് ശേഷം ഹരീഷ് സ്നേഹസമ്പന്നനായൊരു പങ്കാളിയുമായിരുന്നു. വേണി കട്ടിലിൽ അമ്മയ്ക്കരികിലിരുന്നു അല്പനേരം. അവളിലെ ദുഃഖവും വേദനയുമെല്ലാം ക്രോധത്തിലേക്ക് വഴിമാറിയിരുന്നു. ഭർത്താവിൽ നിന്നുള്ള വിശ്വാസവഞ്ചന അവൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വിഡ്ഢിയാക്കപ്പെട്ടവളുടെ ഉള്ളിലെ താപത്തിൽ അവൾ ജ്വലിച്ചുകൊണ്ടിരുന്നു. ഒന്നോ രണ്ടോ നിമിഷം കൂടെ കടന്നുപോയി. അവൾ മുഖം ഒന്നുകൂടെ അമർത്തി തുടച്ച് ദീർഘമായി ശ്വാസമെടുത്തു. എന്നിട്ട് പതിയെ അമ്മയെ തൊട്ടി വിളിച്ചു. അമ്മ, അമ്മേ. അവരുടെ ദേഹം കുലുക്കി വിളിച്ചപ്പോഴാണ് അവരെണീറ്റത്. എന്താ എന്താ വേണി, നീ എന്താ എണീറ്റേ? അവരൊരു ഉറക്കപ്പിച്ചോടെയാണ് ചോദിച്ചത്. അമ്മ, മോളിന്ന് എന്തോ ശബ്ദം കേട്ട പോലെ, ഒന്ന് പോയി നോക്കിയാലോ? അവൾ പതിയെ അവരോട് പറഞ്ഞു. ശബ്ദോ? എന്ത് ശബ്ദം? അവർ പെട്ടെന്ന് തന്നെ ആയാസത്തോടെ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. അറിയില്ല, ഞാൻ വെള്ളം കുടിക്കാൻ എണീറ്റതാ, അപ്പോഴാ കേട്ടെ. ഒന്ന് പോയി നോക്കാം, വല്ല കള്ളന്മാരാണെന്ന് അറിയില്ലല്ലോ. ഈശ്വര, എന്നാ ഹരീഷിനെ വിളിക്കാം. അവരൊരു ഭയത്തോടെ ഫോൺ എടുത്തു. അത് വേണ്ട അമ്മ, നമുക്ക് പോയി നോക്കാം, അതാ നല്ലത്. അമ്മ ഗീതമായി ഒന്ന് വിളിക്കും, എന്നിട്ട് ശബ്ദം ഉണ്ടാക്കാൻ പെട്ടെന്ന് എണീറ്റ് വരാൻ പറ. കള്ളനാണെങ്കിൽ തന്നെ അവൻ എവിടെയാ, എന്തെങ്കിലും കത്തിയോ മറ്റോ ഉണ്ടോന്ന് അറിയില്ലല്ലോ. ഹരീഷിനെ നമുക്ക് മേളിൽ ചെന്നിട്ട് വിളിക്കാം. ഹരീഷിനെ വിളിക്കാനുള്ള അവരുടെ ശ്രമത്തെ തടഞ്ഞവൾ പറഞ്ഞു. അതോടെ സുധാമ ഫോണിൽ ഗീതമായിട്ട് നമ്പർ തിരഞ്ഞു. മൂന്നാമത്തെ തവണ വിളിച്ചപ്പോഴാണ് ഗീതമായി ഫോൺ എടുത്തത്. അമ്മയ്ക്ക് വയ്യാതായ എന്നൊരു പേടിയോടെയാണ് അവർ കോൾ എടുത്തത്. സുധാമ കാര്യം പറഞ്ഞപ്പോൾ അവരൊന്ന് പേടിച്ചുവെങ്കിലും അപ്പോൾ തന്നെ തൊട്ടടുത്ത് അപ്പോൾ ഉറക്കത്തിലായിരുന്ന ഭർത്താവിനെ തട്ടി എണീപ്പിച്ചു. 4 പേരും പതിയെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഗീതമായുടെ കയ്യിൽ ഒരു ചൂലും ഉണ്ടായിരുന്നു. അങ്കിൾ മുന്നിൽ, പെണ്ണുങ്ങൾ പിന്നിലും എന്ന പോലെ അവർ ഹാളിലേക്ക് ചെന്നു. ഹരീഷിനൊന്ന് വിളിച്ച് സൂചിപ്പിക്കെങ്കിലും ചെയ്യായിരുന്നു, ഗീതമായി ടെൻഷനോടെ പതുക്കെ പറഞ്ഞു. ആവേശമൂത്ത് കള്ളന്റെ മുന്നിൽ പെട്ടിട്ട് വല്ലതും പറ്റിയാലോ എന്ന് കരുതിയിട്ടാ. അമ്മായിക്ക് അറിയാവുന്നില്ല ഹരീഷേട്ടനെ, വേണിയും ഒച്ച താഴ്ത്തി പറഞ്ഞു. സ്റ്റെയർ കയറി തുടങ്ങിയിരുന്നവർ അങ്കിളുടെ പുറകിൽ പതുങ്ങി നടക്കുമ്പോൾ അവരുടെ ഉള്ളം പുകയുകയായിരുന്നു. അടുത്ത നിമിഷം എന്താണ് നടക്കുക, എങ്ങനെയാണ് എല്ലാം നേരിടേണ്ടത്? മുകളിലെത്തിയപ്പോൾ എല്ലാവരും നിന്നു. ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ, കാണുന്നുമില്ല, അങ്കിൾ പതുക്കെ പറഞ്ഞു. അപ്പോഴേക്കും വേണി ചുമരിലെ സ്വിച്ച് ബോർഡ് പരതി കണ്ടുപിടിച്ചു. അവൾ സ്വിച്ച് ഓൺ ആക്കിയതും അവിടെ ആകെ വെളിച്ചം പരന്നു. 3 പേര് അവളെയും നോക്കി, പിന്നെ ചുറ്റിലും. അങ്കിൾ പതുക്കെന്ന് അവിടെയെല്ലാം നടന്നു നോക്കാൻ തുടങ്ങി. വേണി നേരെ ചെന്ന് തങ്ങളുടെ ബെഡ്റൂമിന്റെ ഡോറിൽ നിന്ന് തട്ടി. അപ്പോഴേക്കും ഗീതമായി ഹരീഷിനെ പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി. ഹരീഷേ, എടാ ഹരീഷേ. ഗീതമായി ചെന്നപ്പോൾ വേണി മനഃപൂർവ്വം പിന്നിലേക്ക് നീങ്ങി നിന്നു. ഇതിനിടയിൽ അങ്കിൾ നന്ദനയുടെ റൂമിലേക്ക് ചെന്ന് വാതിലും തട്ടി. നന്ദനയെന്ന് വിളിച്ച് പതുക്കെയാണെങ്കിലും ഡോറിൽ തള്ളിയപ്പോൾ വലിയൊരു ഒച്ചയോടെയാണ് തുറന്നത്. പക്ഷേ നന്ദന അവിടെ ഉണ്ടായിരുന്നില്ല. അയാളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. റൂമിലേക്ക് കയറി എല്ലായിടവും ഒന്ന് ചുറ്റി അയാൾ ധൃതിയിൽ പുറത്തേക്ക് കടന്നു. നന്ദന ഇവിടെ ഇല്ലല്ലോ. അയാളുടെ പറച്ചിൽ കേട്ട് ഗീതമായി സുധാമയും തിരിഞ്ഞു നോക്കി. പ്രതീക്ഷ പോലെ വേണി അങ്ങനെ നിന്നു. ഇല്ലെന്നോ? ഗീതമായി ഒന്ന് അന്താളിച്ചു. 3 പേരൊന്ന് പരസ്പരം നോക്കി. ഗീതമായി ഉറക്കെ ഹരീഷിന്റെ വാതിൽ മുട്ടി വിളിച്ചു. അങ്കിളും സുധാമയും അവരുടെ അടുത്തേക്ക് ചെന്നു. സുധാമ കൂടെ അവനെ പേരെടുത്ത് വിളിച്ചപ്പോൾ അങ്കിൾ ഒരു അങ്കലാപ്പോടെ വേണിയെ നോക്കി. ഡോറിലേക്ക് തുറിച്ചു നോക്കി നിശബ്ദമായി നിൽക്കുന്നവളെ കണ്ട് അയാൾ പരിഭ്രമപ്പെട്ടു. ഒരാളോടെ അയാൾ ഗീതമായി മാറ്റി വാതിൽ ആഞ്ഞിടിച്ചു. അയാൾ അലറിയപ്പോൾ സുധാമയും ഗീതമായി ഞെട്ടി നിന്നു. അടുത്ത നിമിഷം തന്നെ വാതിൽ തുറന്നു. വിളറി വെളുത്ത മുഖത്തോടെ അവൻ വാതിൽ തറഞ്ഞു നിന്നു. അങ്കിൾ അവനെ പിടിച്ച് തള്ളി മാറ്റി അകത്തേക്ക് കയറി. അവന് പിന്നാലെ ഗീതമായി സുധാമയും. ആ 3 മനുഷ്യരും ഇതിനകം തന്നെ വിറക്കാൻ തുടങ്ങിയിരുന്നു. കട്ടിലിനോട് ചേർന്ന് അഴിഞ്ഞുലഞ്ഞ മുടിയും നേരെയല്ലാതെ കിടക്കുന്ന വസ്ത്രവുമായി തലകുനിച്ച് തണുത്തുറഞ്ഞു നിൽക്കുന്നവളെ പാഞ്ഞു വന്നൊരു അടിയായിരുന്നു അയാൾ. വികാരക്ഷോഭങ്ങൾ കൊണ്ട് അയാൾ പൊള്ളുന്നുണ്ടായിരുന്നു. നന്ദന നിലത്തേക്ക് വീഴ്ച വീണു. ഇപ്പോഴും കൺമുമ്പിൽ കാണുന്നൊന്നും വിശ്വസിക്കാനാവാൻ നിൽക്കുകയായിരുന്നു അമ്മായിയും സുധാമയും. എന്നാൽ അടുത്ത നിമിഷം ഗീതമായി ഓടി വന്നവളെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിച്ചു. പേടിച്ച് കരയുന്നവളെ അവർ തുറിച്ചു നോക്കി. പിന്നെ ചോദിച്ചു, എന്താടി ഈ നേരത്തെ നീ ഇവിടെ? എന്താടി ഇതിന്റെ അർത്ഥം? അവളുടെ കൈത്തുടയിൽ അമർത്തി പിടിച്ച് പല്ലമർത്തി ചോദിച്ചു അവർ. നന്ദനക്ക് അവരെ നോക്കാൻ തന്നെ പേടിയായി.
അവളെന്തോ പറയാമെന്ന് അവർ തടഞ്ഞു. കള്ളം മാത്രം എനിക്ക് കേൾക്കണ്ട. നീ അവൻ ഈ നട്ടപ്പാതിരിക്ക് അവന്റെ ഭാര്യയും പറഞ്ഞേച്ച് ഈ 1.5 മണി നേരത്തെ ഇതിനുള്ളിൽ എന്താണെന്ന് ഓരോ വാക്കിലെന്ന പോലെ അവളുടെ കയ്യിലെ പിടിമുറുകിക്കൊണ്ടിരുന്നു. ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്നവളെ അവർ വെറുപ്പോടെ നോക്കി. അവരിലെ അമ്മയ്ക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ ഭർത്താവിനെ നോക്കി. ഒരു പരാജിതനെ പോലെ തളർന്നു നിൽക്കുന്ന മനുഷ്യനെ കണ്ട് അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നിനക്കെന്തിനും പറയാനുണ്ടോ? അവർ പിന്നെ അവളോട് ചോദിച്ചു. തേങ്ങലോടെ തലതാഴ്ത്തി നിൽക്കുന്നവളൊന്നും മിണ്ടിയില്ല. അടുത്ത നിമിഷം തന്നെ ഗീതമായിയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. ചതിച്ചു അല്ലേടി? അവരറിയാതെ കരഞ്ഞു പോയിരുന്നു. അവരവളെ വിട്ട് പുറകിലേക്ക് നോക്കി. നനഞ്ഞ കണ്ണുകളോടെ നെഞ്ചിൽ കൈ ചേർത്ത് സുധാമ നിൽപ്പുണ്ട്. അവർ സുധാമയെ നോക്കി ഉറക്കെ കരഞ്ഞു. എടുത്തി ചതിച്ചല്ലോ എടുത്തി. അവരൊരു നിലവിളിയോടെ നിലത്തേക്കിരുന്നു. അപ്പോഴും സുധാമ ഒന്നും മിണ്ടിയില്ല. എന്നാൽ അങ്കിൾ അടുത്ത നിമിഷം തന്നെ ഹരീഷിനടുത്തേക്ക് പാഞ്ഞെന്നു. ഇപ്പോഴും വാതിലിനടുത്ത് മറ്റാരെയോ പ്രതീക്ഷിച്ച പോലെ. എന്നാൽ തലയുയർത്താൻ കഴിയാതെ നിൽക്കുന്നവന്റെ ഇന്നർ ബനിയിൽ കുത്തിപ്പിടിച്ചു അങ്കിൾ. അയാൾ അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. 1, 2, 3 തവണ ഉറക്കെ അവനെ തെറികളും ചീത്തകളും വിളിച്ചുകൊണ്ടിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് അവൻ നിന്നു. അവന്റെ ഉള്ളിൽ വേണി എവിടെയെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതിന് ഉത്തരം എന്ന പോലെ ഒരു നിഴലാൻ കമറിഞ്ഞവൻ പുറകിൽ. അവന്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. വേണിയകത്തേക്ക് കയറി ഒന്നും മിണ്ടാതെ വെറുതെ നിന്നു. ഒരു നിമിഷം സുധാമയും അങ്കിളും അമ്മായി അവളെ ഉറ്റുനോക്കി. അവർക്ക് എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയുന്നുണ്ടായിരുന്നില്ല. ചിന്തകളിൽ ഒരിക്കൽ പോലും കരുതാത്ത ഈ കാര്യം അവരെ നടുക്കി കളഞ്ഞിരുന്നു. ചിന്താശേഷി നഷ്ടപ്പെട്ടവരെ പോലെ അവരവളെ ഭയത്തോടെ നോക്കി. എന്നാൽ ഒരക്ഷരം പോലും വേണി പറഞ്ഞില്ല. അങ്ങേയറ്റം മൗനത്തോടെ അവൾ അവരെ വീക്ഷിക്കുക മാത്രം ചെയ്തു. ഹരീഷ് പതിയെ മുഖമുയർത്തി അവളെ നോക്കി. അവന് നോക്കുക പോലും ചെയ്യാതെ നിസ്സംഗതയോടെ നിൽക്കുന്നവളെ കാണെ ആത്മബലം നഷ്ടപ്പെട്ട പോലെ അവൻ തളർന്നു. പുറകിലേക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അവനറിയാതെ ആഗ്രഹിച്ചു പോയി. വിവാഹത്തിനു മുമ്പ് തന്നെ അവന് നന്ദനുമായി ബന്ധമുണ്ടായിരുന്നു. പരസ്പര സമ്മതത്തോടെ ലൈംഗിക താല്പര്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ മാത്രം ഒരു ബന്ധം. വിവാഹത്തിന് ശേഷം അത് തുടരാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ അനുകൂലമായ സാഹചര്യങ്ങളിൽ അവന്റെ മനസ്സൊരിക്കൽ കൂടെ പാളി. എന്നാൽ ഇപ്പോൾ ജീവിതം നഷ്ടപ്പെടുമോ എന്ന ഭയം അവനെ ആകെ പിടികൂടിയിരുന്നു. നന്ദന അവളെ ഒന്ന് കണ്ണുയർത്തി നോക്കി. അവൾക്ക് എല്ലാവരും അറിഞ്ഞതിൽ, പ്രത്യേകിച്ച് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നതിൽ നാണക്കേട് തോന്നി. വേണ്ടിയിരുന്നില്ല, അല്പം കൂടി സൂക്ഷിക്കേണ്ടിയിരുന്നു. അവളുള്ളിൽ പിറുവിറുത്തു. മോളെ, സുധാമ അവൾ വിളിച്ചു. മോളെ, എനിക്കറിയില്ല മോളെ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എന്റെ മോളെ പൊറുക്കണേ മോളെ. അവരുള്ളിലെ ഭീതിയിൽ അവളോട് കരഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഗീതമായിക്ക് നേർക്ക് തിരിഞ്ഞു. ഗീതേ, നീ ഇവളെയും കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. ഇനി ഇങ്ങോട്ട് വരികയും ചെയ്യരുത്. അവരത് പറഞ്ഞപ്പോൾ ഹരീഷ് വേണി ഒരിക്കൽ കൂടെ നോക്കി. അവൾ ഇപ്പോഴും അതേ നൃത്തമാണ്. സുധേർത്തി, ഗീതമായി അവർ നോക്കി കരഞ്ഞു. പൊയ്ക്കോളാം, ഞങ്ങൾ പൊയ്ക്കോളാം. പൊറുക്ക് സുധേർത്തി, പൊറുക്ക് മോളെ. ആ ഒരു വിതുമ്പലോടെ സുധാമയോടും വേണിയോടും കൈകൂപ്പി. നശിച്ചവളെ, എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോടി നീ. എങ്ങനെ തോന്നിയിടുന്നു എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ? തുഷ്ട, ഇറങ്ങടി, മതി. പോവാൻ പറഞ്ഞ് കേട്ടില്ലേടി? തള്ളയും തന്തയും നാണ് കെടുത്തില്ലേടി നീ? അപമാനം കൊണ്ടും വേദന കൊണ്ടും അവർ നന്ദനയ്ക്ക് നേരെ വീണ്ടും ചീറി. എന്നാൽ ഒരേ തെറ്റ് ചെയ്തിട്ട് തന്നെ മാത്രം അമ്മ മോശക്കാരിയാക്കുന്നു സുധാമ ഹരീഷിനോടൊന്ന് പറയുകയും ചെയ്യാത്ത അവളെ ചൊടിപ്പിച്ചു. എന്നോട് മാത്രം അങ്ങനെ ചാടിത്തുള്ളണ്ട. ഞാൻ മാത്രമല്ല, ഹരീഷേട്ടനുണ്ട്. എന്നെക്കാൾ കൂടുതൽ തെറ്റിയത് ഹരീഷേട്ടനാ. ഭാര്യ അമ്മയുടെ കൂടെ കിടത്തി എന്നെ ഇങ്ങോട്ട് വിളിച്ച ഹരീഷേട്ടനാ. എന്നിട്ട് അങ്ങേരോടൊന്നും പറയാനില്ലേ? എന്നെ കടിച്ചിരുന്നതിന് മുമ്പ് അയാളൊന്ന് പരിഗണിക്ക്. നന്ദന കടുത്ത ദേഷ്യത്തിൽ എല്ലാവരെയും നോക്കി ഉറക്കെ പറഞ്ഞു. ഗീതമായി ഒന്നും മിണ്ടിയില്ലെങ്കിലും അവളെ തുറിച്ചു നോക്കി. പിന്നെ കൈ ഉയർത്തി അവളുടെ മുഖത്തടിച്ചു. നാശമേ, വൃത്തികേട് ചെയ്തിട്ടെന്ന് ന്യായീകരിക്കുന്നോ? ആ വിളിച്ച നീ ചെല്ലുവടി. കണ്ണി കണ്ടവര് വിളിക്കുമ്പോ കൂടെ ചെന്ന് കിടക്കാനോടി നിന്നെ ഞങ്ങൾ വളർത്തിയത്? പറയടി. അവരവളെ പൊതിരെ തല്ലിക്കൊണ്ട് ചോദിച്ചു. അതേസമയം നന്ദന പറഞ്ഞത് സുധാമയെ ക്രുദ്ധയാക്കി. വേണിയുടെ നെഞ്ചിൽ പിന്നെയും പിന്നെയും ആഴത്തിൽ മുറിവുണ്ടാക്കുകയും ചെയ്തു. എരുതിയിൽ എണ്ണയൊഴിച്ചവളെ ഹരീഷ് ദേഷ്യത്തിൽ നോക്കിയൊന്ന്. നഷ്ടപ്പെടാൻ തനിക്കാണ് കൂടുതലെന്ന് തോന്നിയവന് അമ്മയെയും വേണിയെയും നോക്കാൻ കഴിയാതെ, ന്യായീകരിക്കാനോ തെറ്റൊന്ന് തിരുത്താനോ പോലും കഴിയാതെ അവൻ പ്രയാസപ്പെട്ടു. വേണിയുടെ മൗനം അവനെ ഭ്രാന്തി പിടിപ്പിക്കുന്ന പോലെ. അമ്മ അരികിലേക്ക് വന്നും അവൻ ദയനീയമായി അവരെ നോക്കി. അമ്മ. അവൻ ആ പേര് ചിരിച്ചതും അവരവനെ കണ്ണുകളിരിച്ച് നോക്കി. ചതിച്ചില്ലേ മഹാഭാബി നീ? എന്നെ ദേ ഇവളെ ഒരുപോലെ ചതിച്ചല്ലോ നീ. എന്തിനായിരുന്നടാ ഇങ്ങനെയൊന്നും നീ ചെയ്ത്? കുഞ്ഞുമോളെ പോലെ അവള് നിന്റെ അനിയത്തിയാണെന്നല്ലേ ഞാൻ പറഞ്ഞു പഠിപ്പിച്ച്. എന്നിട്ട് കെട്ടിക്കൊണ്ടുവന്നവൾ എന്റെ കൂടെ കെടുത്തിയിട്ട് നീ അവളെ തന്നെ. മാനസിക സംഘർഷം കൊണ്ട് അവർക്ക് വാക്കുകൾ ഇടറി. തലയിൽ കൈവച്ചിരുന്നു നിലത്ത്. അങ്കിളും അമ്മായും പിടച്ചിലൂടെ അവരെ നോക്കി. ഹരീഷ് അമ്മയുടെ അടുത്തിരുന്നു. അമ്മ, ഞാൻ അറിയാണ്ട് തെറ്റുപറ്റിപ്പോയി അമ്മ. എന്നോട് ക്ഷമിക്കാമ്മ. അവൻ അവരുടെ കാലിൽ പിടിച്ച് കരഞ്ഞു. എന്തിനാ കുട്ടി നീ? ഇല്ലമ്മ, ഇനി ചെയ്യില്ലമ്മ. പൊറുക്കൂല അമ്മ, പൊറുക്ക്. എന്നോട് പൊറുക്കമ്മ. അവരുടെ പാദത്തിൽ അവന്റെ കണ്ണുനീര് വീണുകൊണ്ടിരുന്നു.
അവരൊന്നും മിണ്ടാതെ കണ്ണു തുടച്ചു. പിന്നെ പറഞ്ഞു, ഞാൻ മാത്രം ക്ഷമിച്ചാൽ മതിയോ? വേണിയോട് ചോദിക്കുന്ന നീ ആദ്യം മാപ്പ്. ആദ്യം അവള് നിനക്ക് മാപ്പ് തരട്ടെ, എന്നിട്ട് ഞാൻ ക്ഷമിക്കാം. അവർ കല്ലിച്ച മുഖത്തോടെ പറഞ്ഞു. ഹരീഷ് ഒന്നും വല്ലാതെയായി. അവൻ അമ്മയെ തന്നെ നോക്കി. പിന്നെ വേണി നിൽക്കുന്നിടത്തേക്ക് തല ഉയർത്തി നോക്കി. അവനാദ്യമായി അവളെ പേടി തോന്നി. തന്നെ ഇതുവരെ നോക്കാത്ത, ഒന്നും ചോദിക്കാത്ത, ഒന്ന് ദേഷ്യപ്പെടുക പോലും ചെയ്യാത്തവളെ അവളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവൻ കുഴഞ്ഞു. എന്നാൽ അമ്മ ഹരീഷിനോട് അത് പറഞ്ഞപ്പോൾ വേണിയുടെ ചുണ്ടിൻ കോണെന്ന് വക്രിച്ചു. ക്ഷമിക്കാനോ? നിന്നോട് ഞാൻ ക്ഷമിക്കുകയോ? ആഹാ, ക്ഷമിച്ചിട്ട്? എല്ലാം ക്ഷമിച്ചിട്ട് ഇതൊക്കെ മറക്കണോ? മറക്കാം, ഞാനെല്ലാം ക്ഷമിക്കാം. എല്ലാം ക്ഷമിച്ചു മറന്ന് നിന്റെ കൂടെ പുറത്തോളാം ഞാൻ. ഇല്ല, കഴിയില്ല ഹരീഷേ, അതിനെനിക്ക് കഴിയില്ല. അത്രക്ക് ആത്മാഭിമാനം ഇല്ലാത്തവളല്ലേ ഈ വേണി. എന്നെ ചതിച്ചിട്ട് നിന്നെ വെറുതെ വിടുകയില്ല. ഇനി എന്റെ ജീവിതത്തിൽ നീയില്ല എന്ന് വെച്ച് ഇതെല്ലാം കണ്ടില്ലെന്നടിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോവുകയില്ല. ഈ രാത്രി തന്നെ ഞാനെല്ലാം അവസാനിപ്പിച്ചു തരാം. വേണി ഉള്ളിൽ പിറുപിറുത്തു. തന്റെ അരിയിലേക്ക് എണീറ്റ് വരുന്നവനിലേക്ക് അവളുടെ നോട്ടം പോയി. നിന്റെ ക്ഷമാപണവും കോപ്പൊന്നും എനിക്ക് വേണ്ട, അവൾ മനസ്സിൽ ചിന്തിച്ച് വാതിലിന് നേരെ തിരിഞ്ഞു. അടുത്ത നിമിഷം അവരെല്ലാം അങ്കലാപ്പിലാക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് കുതിച്ചു. അവർക്കുള്ളിൽ ഒരു അപായ സൂചന തോന്നി. ആദ്യത്തെ ഞെട്ടലിന് ശേഷം ഹരീഷ് അവൾക്ക് പുറകെ ഓടി. പുറകെ തന്നെ ബാക്കിയുള്ളവരും ഓടി. സ്റ്റെയർ ഇറങ്ങിയ വേണിയൊന്ന് നിന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ വരുന്നവരെ കാണുകയും ചെയ്തു. അവൾ ഒറ്റ കുതിപ്പിന് ഹാളും കടന്ന് ഉമ്മർവാതിൽക്കിലെത്തി. ഇരുട്ടിലെ ചുമരിൽ ഏതൊക്കെയോ സ്വിച്ചുകളിൽ വിരലുകൾ അമർത്താനും മറന്നില്ല അവൾ. വീടിനകവും പുറവും വെളിച്ചം പരന്നപ്പോൾ അവൾക്ക് മുന്നിലെ വാതിലും തെളിഞ്ഞു. ഞൊടിയിടിൽ അതിന്റെ ഓടാമ്പരം കൊടുത്തു മാറ്റി വാതിൽ തുറന്ന് പുറത്തിറങ്ങി. വേണി, മോളെ വേണി! പുറകിലെ വിളികൾക്കൊപ്പം ഹരീഷിന് ഉമ്മറത്തേക്ക് കടന്ന് അവളെ കയ്യിൽ കിട്ടുകയും ചെയ്തു. വിടാ! അലറി ഉന്തി മാറ്റിയവനവൾ വീണ്ടും ഉമ്മറവും മുറ്റവും കടന്ന് വടക്ക് ഭാഗത്തെ മുറ്റത്തേക്ക് ഓടി. പുറകെ തന്നെ അവരും. തറവാട്ടിലേക്കുള്ള വഴിയും അതിലും ചേർന്നിടത്ത് തന്നെയുള്ള കിണറ്റിൻ കരയിലേക്ക് നിലതെറ്റിയവളെ പോലെ പായുന്നവളെ കണ്ട് അവരുടെ ഉള്ളിൽ ഒരു ആന്തൽ കയറി. അയ്യോ മോളെ വേണി! അവരുടെ നിലവിളികളും ഉച്ചത്തിലായി. കിണറിന്റെ മതിൽ കയറി കിണറ്റിലേക്ക് ചാടിയവളെ ഹരീഷ് കടന്നു പിടിച്ചു. പിന്നാലെ അങ്കിളും അമ്മായിയും അവരുടെ കയ്യിൽ കിടന്നവൾ കുതിറി. വിട്, വിട! എനിക്ക് മരിക്കണം, എനിക്കിനി ജീവിക്കണ്ട, വിട്, 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 എനിക്ക് ചാടണം, എന്ന് വിട്! അവൾ അലറി കുതിരിക്കൊണ്ടിരുന്നു. അവൾക്ക് പിടിച്ചു വെക്കാൻ പോലും പ്രയാസം തോന്നുന്ന അത്രയും ബലവും ശക്തിയും ഉണ്ടായിരുന്നപ്പോൾ വേണിക്ക് അവളുടെ ഉള്ളിലെ വേദനയും രോഷവും വാശിയും എല്ലാം അവളെ സ്വയം നഷ്ടപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. മോളെ, അമ്മയുടെ മോളെ, വാ മോളെ! സുധാമ അവളെ മുറുക്കെ പിടിച്ചു. ഹരീഷ് അങ്ങേയറ്റം ഭയത്തോടെ അവളെ കിണറ്റിൻകരയിൽ നിന്ന് വലിച്ചുകൊണ്ടിരുന്നു. അതേസമയം തന്നെ തറവാട്ടിലും തൊട്ടടുത്ത വീട്ടിലും വെളിച്ചം വീഴുകയും വാതിൽ തുറക്കുകയും ചെയ്തു. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ കണ്ടത് നിലവിളിച്ചുകൊണ്ട് കിണറ്റിന്റെ കരയിലേക്ക് ഓടുന്ന വേണിയെയും അവളെ ചുറ്റിപ്പിടിച്ച് വലിച്ചു മാറ്റുന്നവരെയുമാണ്. ബഹളം വെച്ച് കുതിർന്നവളെ കണ്ട് എല്ലാവരും ഒന്ന് പകച്ചു. അവർ ഓടിയെത്തിയ അവൾക്കരിയിലേക്ക്. എന്താ, എന്തുപറ്റി? ഇളയച്ചൻ ചോദിച്ചു. നന്ദനയ്ക്കാകെ ആ അവസ്ഥയിലും വല്ലായ്മ തോന്നി. എല്ലാവരും എല്ലാം അറിയാൻ പോവുകയാണ്. ആൾക്ക് ഹരീഷ് വിളിച്ചപ്പോൾ പോയത് വലിയൊരു മണ്ടത്തരമായി തോന്നി. ആരുമൊന്നും മിണ്ടിയില്ലെങ്കിലും എന്തോ ഒരാപത്ത് സംഭവിച്ചുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. വേണി എല്ലാവരെയും കണ്ടതും പിന്നെയും ഉറക്കെ കരഞ്ഞു. അവൾ കുതിരൽ നിർത്തി മണ്ണിലേക്ക് കുഴഞ്ഞിരുന്നു. നെറ്റിയിലടിച്ച് കരയുന്നവളെല്ലാവരും പരസ്പരം നോക്കി. പിന്നെ ഇളയച്ചനും ഇളയമയും കിരണുമെല്ലാം ചോദിച്ചെങ്കിലും അവരെല്ലാവരും മൗനം പാലിച്ചു നിന്നു. അമ്മയും ഗീതമായി മാത്രം കരയുകയും കണ്ണീരൊപ്പുകയും ചെയ്തു. വേണിയുടെ കരച്ചിൽ പതിയെ നിന്നു. അവളെല്ലാവരെയും നോക്കി. പിന്നെ പറഞ്ഞു, വിളിക്ക്, എന്റെ അച്ഛനെ വിളിക്ക്, എനിക്ക് എന്റെ അച്ഛനെ കാണണം. ഇനി ഞാനിവിടെ നിൽക്കില്ല. ഇപ്പൊ എന്റെ അച്ഛൻ വന്നിട്ട് ഈ ചത്ത് കളയും ഞാൻ, അവൾ കിതപ്പോടെ പറഞ്ഞു. ഇളയച്ചൻ അവരെല്ലാം നോക്കി. വേഗം തന്നെ അയാൾ ഫോൺ എടുത്ത് വേണിയുടെ അച്ഛനെ വിളിച്ചു. രണ്ടാമത്തെ റിംഗിൽ തന്നെ അവിടെ കോൾ എടുത്തു. ആ ഹലോ! ഇളയച്ചൻ സംസാരിച്ചു തുടങ്ങിയതും വേണി പെട്ടെന്ന് എഴുന്നേറ്റ് ഫോൺ തട്ടിപ്പറിച്ച് കാതോട് ചേർത്തു. അച്ഛാ! അവൾ ചെറിയൊരു കുഞ്ഞിനെ പോലെ കരഞ്ഞു. മകളുടെ വീട്ടിൽ നിന്നും ആ സമയത്തെ കോളും ഇപ്പതേ അവൾ കരയുന്ന കണ്ട് ഷാജിയാകെ പേടിച്ചു. എന്താ എന്താ മോളെ, മോൾ നിന്നെ കരയുന്നേ? അയാളാകെ വെപ്രാളത്തോടെ കിടക്കയിൽ നിന്ന് എണീറ്റു. അച്ഛാ, വേഗം വാച്ച, എനിക്കിനി ഇവിടെ വേണ്ട, ഇവരൊക്കെ എന്നെ വേഗം വാച്ച, ഇല്ലെങ്കിൽ ഞാനിനി ഉണ്ടാവില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛ. ഫോൺ കാതിൽ നിന്ന് ഊർന്നു വീണവളുടെ അച്ഛന്റെ ശബ്ദം കേട്ടതും അവളിലെ സങ്കടം അണപൊട്ടിയ പോലെ ഒഴുകിയിരുന്നു. ഷാജി ആകെ പേടിച്ചു. ഇപ്പോഴും ഉറക്കത്തിലുള്ള ഭാര്യയെ തട്ടി വിളിച്ച് വെപ്രാളത്തോടെ കാര്യം പറഞ്ഞയാൾ ഒരു നിമിഷം പോലും നിൽക്കാതെ കാറിന്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. വേണിയുടെ അമ്മ സന്ധ്യ മകന്റെ റൂമിലേക്ക് തിടുക്കത്തിൽ പോയപ്പോൾ അയാൾ തന്റെ അനിയനെ വിളിച്ചുകൂടെ കാര്യം പറഞ്ഞു. 1-2 മിനിറ്റുകൾ കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ അവരവിടുന്ന് ഇറങ്ങി. ഇതേ സമയം നന്ദനയുടെ അച്ഛൻ സുഗണനെ മാറ്റി നിർത്തി. ഇളയച്ചനും ബാക്കിയുള്ളവരും കാര്യങ്ങൾ അറിഞ്ഞു. അവർക്കതൊരു ഞെട്ടലുണ്ടാക്കി. വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നി. കത്തുന്നൊരു നോട്ടമായിരുന്നു കിരൺ ഹരീഷിനെ. ഹരീഷ് അടിമുടി തകർന്നിരുന്നു. ഈ സമയം കൊണ്ട് തന്നെ വേണിയുടെ വീട്ടുകാർ വന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവനൊരു ധാരണയുണ്ടായിരുന്നു. മറ്റാരെയും കുറിച്ചോ നാണക്കേടോ ഒന്നും അവൻ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. വേണിയെ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ചിന്ത അത്രത്തോളം അവനെ കീഴ്പ്പെടുത്തിയിരുന്നു. നന്ദന ആരുടെയും നോട്ടം താങ്ങാൻ കഴിയാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ്.
ഇതിനിടയിൽ അടുത്തുള്ള 1-2 വീട്ടുകാരും കാര്യങ്ങൾ അറിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു നാടകം നടക്കുന്ന ലാഘവത്തോടെ നോക്കി നിൽക്കുന്നവരെ കാണുമ്പോൾ അവൾക്ക് അമർഷം തോന്നുന്നുണ്ടായിരുന്നു. വേണി ഇപ്പോഴും ആ നിലത്ത് തന്നെ ഇരിക്കുകയാണ്. അടുത്ത് തന്നെ അമ്മയും ഇളയമ്മയും. അവൾ വീണ്ടും കരച്ചിലെല്ലാം നിർത്തി. ഒന്നും മിണ്ടുന്നില്ല ആരോടും. ഗീതമായി ആകെ തളർന്ന് അവിടെ തന്നെ നിൽപ്പുണ്ട്. കിരൺ ഹരീഷിനെ വിളിച്ച് മാറി നിന്നു. തന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ തലകുനിച്ച് നിൽക്കുന്നവനെ കണ്ടിട്ട് കിരണിന് ദേഷ്യം കൂടിയതേയുള്ളൂ. ജീവിതം തുളച്ചപ്പോൾ സമാധാനമായിട്ടുണ്ടാവില്ല അല്ലേ? പെങ്ങടെ സ്ഥാനത്തുള്ളവരോട് തന്നെ അവൻ അവിഹിതം. കിരൺ പല്ലമർത്തി അടക്കം പറഞ്ഞു. ഹരീഷ് ദയനീയതയോട് അവനെ നോക്കി. പിന്നെ മുഖം പൊത്തിക്കൊണ്ട് അവിടെയുള്ള തിണ്ടിലിരുന്നു. കിരൺ പിന്നെയൊന്നും പറയാൻ നിന്നില്ല. പെട്ടെന്ന് അച്ചമ്മയുടെ ആക്രോശം കേട്ടവൻ തിരിഞ്ഞു നോക്കി. നന്ദനയെ തലങ്ങും വിലങ്ങും കൈകൊണ്ട് അടിക്കുന്നവരെ കണ്ടവൻ അങ്ങോട്ടേക്ക് ഓടി. ഹരീഷ് പക്ഷേ അങ്ങോട്ടൊന്നും നോക്കുക പോലും ചെയ്തില്ല. ഇളയമ്മയുടെ നാത്തൂനാണ് അച്ചമ്മയോട് കാര്യങ്ങൾ പറഞ്ഞത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അച്ചമ്മ ശുഷ്കിച്ച കൈകൊണ്ട് നന്ദനയുടെ ചുമലിലും കയ്യിലും അടിച്ചുകൊണ്ടിരുന്നു. കുടുംബത്തിന്റെ മാനം കെടുത്താനുണ്ടായവളെ! നുള്ളിയും പെറുക്കിയും മറ്റും അടിച്ചുകൊണ്ട് പറയുന്നവരെ ആരും തടയാൻ നിന്നില്ല. ഗീതമായി മാത്രം അത് കണ്ട് തേങ്ങി. എല്ലാം അസഹ്യമായപ്പോൾ നന്ദന ഓടി വീട്ടിലേക്ക് കയറി. എന്തൊക്കെയോ ശാപവാക്കൾ കൂടെ പറഞ്ഞ് അവർ വിങ്ങിപ്പൊട്ടി. കിരൺ വേഗം ചെന്നവരെ തറവാട്ടിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയി. ഒമ്പലത്തെ ചാരി കസേരയിലേക്ക് ഇരുന്നവരെ ഒന്ന് ആശ്വസിപ്പിച്ച് കൂട്ടിന് ആന്റിയെയും നിർത്തി. വേണിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയനും അച്ഛൻ വിളിച്ച പ്രകാരം അയാളുടെ അനിയനും 2 ആൺമക്കൾ കൂടെ മറ്റൊരു വണ്ടിയിൽ ഹരീഷിന്റെ വീട്ടിലേക്ക് പോന്നു. വേണിയുടെ വീട്ടിൽ നിന്ന് അരമണിക്കൂർ ദൂരമാണ് അങ്ങോട്ടേക്കുള്ളത്. ധൃതി കൊണ്ടും വിജനമായ വഴിയിലൂടെ ആയതുകൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ അവരെത്തി. മുറ്റത്തേക്ക് കയറി വന്ന വണ്ടികളുടെ ഒച്ചയും വെട്ടവും കണ്ടതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. വേണി തിടുക്കത്തിൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു. വണ്ടിയിൽ നിന്നിറങ്ങുന്ന അമ്മയെ കണ്ടതും അവൾ ഓടി അങ്ങോട്ടേക്ക്. അഴിഞ്ഞുളഞ്ഞ മുടിയുമായി കരഞ്ഞുകൊണ്ട് ഓടി വന്നവളെ കണ്ട് ആ അമ്മയാകെ ഭയന്നു. വേണി പാഞ്ഞു ചെന്നവരുടെ ദേഹത്തേക്ക് വീണു. അവളുടെ മുഖം അമ്മയുടെ മാറിൽ അമർത്തി. ശ്വാസം കിട്ടിയതുപോലെ അവൾ ശ്വസിച്ചു. മുറുകെ മുറുകെ അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ ആശങ്കയോടെ അവളെ ചേർത്ത് പിടിച്ച് മുടിയിൽ തലോടി. അവരുടെയും സീറ്റിൽ നിന്നിറങ്ങുന്ന ഭർത്താവിന് തലയിരിച്ച് നോക്കി. അയാളും ആകെ ഒരു സംശയത്തോടെ ആശങ്കയോടെയാണ് ഭാര്യയെ നോക്കിയത്. പിന്നിൽ നിന്ന് അനിയനും പുറകിലെ വണ്ടിയിൽ ബാക്കിയുള്ളവരും ഇറങ്ങി. കിരണും ഇളയച്ചനും പരസ്പരം നോക്കി. മുന്നിൽ അവരും പുറകിൽ മറ്റെല്ലാവരും അങ്ങോട്ടേക്ക് ചെന്നു. ആരെയും പ്രതിരോധിക്കാൻ കഴിയാതെ ഇനി വരുന്ന നിമിഷങ്ങൾ ഒട്ടും നേരിടാനുള്ള ധൈര്യമില്ലാതെ ഹരീഷ് അവിടെ തന്നെ കുഴഞ്ഞിരുന്നു. മുറിയിലായിരുന്നു നന്ദന. വേണിയുടെ വീട്ടുകാർ വന്ന് മനസ്സിലാക്കി മുകളിലെ ബാൽക്കണിയിൽ നിന്ന് എത്തി നോക്കി. ഷാജിയും ബാക്കിയുള്ളവരും വേണിയുടെ അടുത്തേക്ക് ചെന്നു. അയാൾ വേണിയുടെ മുഖം പിടിച്ചുയർത്തി. അച്ഛനെ കണ്ടപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ അവൾ അയാളുടെ നെഞ്ചിലേക്ക് പതുങ്ങി. കണ്ണീര് പിന്നെയും പൊട്ടി. അയാൾ എന്നെ ചതിച്ചു വച്ച തേങ്ങലോട് അവൾ പറഞ്ഞപ്പോൾ അയാളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവർ പരസ്പരം ഒന്ന് നോക്കി. പിന്നെ മെല്ലെ നടന്നു വരുന്ന ഹരീഷിന്റെ കുടുംബത്തെയും. അയാൾക്ക് ഹരീഷിനെ ആ കൂട്ടത്തിൽ കാണാൻ കഴിഞ്ഞതുമില്ല. അയാൾ ഒരു ചോദ്യത്തോടെ അവന്റെ ഇളയച്ചനെ നോക്കി. എന്തു പറയണമെന്നറിയാതെ അവരാകെ കുഴങ്ങി. എന്താ വേണി, എന്താ ഉണ്ടായി? ഹരീഷ് എന്താ ചെയ്തേ? അമ്മ അവളോട് ചോദിച്ചു. അവൻ അവളുടെ കൂടെ മുറിയിൽ. സങ്കടം കൊണ്ട് വിങ്ങിപ്പോയവൾ. അവരെല്ലാവരും ഒട്ടൊരു പകപ്പോടെ, എന്നാൽ കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമാവാത്തതിന്റെ സംശയത്തോടെ നിന്നു. എന്താ നടന്ന്? വേണി എന്തിനാ കരയുന്നത്? ഹരീഷ് എവിടെ? എന്റെ കുട്ടീനെ നിങ്ങളെല്ലാരും കൂടി എന്താ ചെയ്തേ? ഹരീഷ് എവിടെ? അവനെ എന്ത് ചെയ്തെന്നാ വേണി പറയുന്നത്? അച്ഛനും അമ്മയും വേണിയും അങ്കിളും ഓരോരുത്തരുമായി ചോദിച്ചു. ഉത്തരമില്ലാതെ വിഡ്ഢികളെ പോലെ നിൽക്കുന്നവരെ പരിഹസിച്ചുകൊണ്ട് നാട്ടുകാരിലെ ഒരാളാണ് പറഞ്ഞു. ചേട്ടാ, സംഭവം വേറൊന്നല്ല. അവന് ആരും അറിയില്ലെന്ന് കരുതി സ്വന്തം വീട് തന്നെ അവിധത്തിന് പോയതാ. മുറപ്പെണ്ണുമായിട്ട് ഡിങ്കോൾഫിക്കേഷൻ കൈയോടെ പിടിച്ചതാ. വേണിയുടെയും അച്ഛന്റെയും വീട്ടുകാരുടെയും ഭാവമാകെ മാറിയത് ഞൊടിയിടയിലാണ്. ആഹാ, അത് ശരി. അപ്പൊ ഞങ്ങളുടെ കൊച്ചിനിട്ട് വിഡ്ഢിയാക്കുമായിരുന്നോടാ ആ കടപ്പന്നി. വേണിയുടെ അങ്ങളുടെ വായിൽ നിന്നുള്ള തെറിയിട്ടുകൊണ്ടാണ് ഹരീഷ് അങ്ങോട്ടേക്ക് വന്നത്. വീടിന് പുറകിൽ തന്നെ ഇരിക്കുന്നവനെ ആളുകൾ ചേർന്ന് ബലമായി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നാണ്. അത് കേട്ടതോടെ അവരുടെ മുന്നിലേക്ക് പോവാൻ കഴിയാതെ അവൻ ആൾക്കൂട്ടത്തിന് പുറകിൽ ഒളിച്ചെന്ന പോലെ നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.